ചരിത്രത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ സംഭവിച്ച ഏറ്റവും കൗതുകകരമായ എന്നാൽ പലരും ബോധപൂർവം ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മതമേലധ്യക്ഷന്മാർ തങ്ങളുടെ കീഴിലുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളോട് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യാൻ പരോക്ഷമായും പ്രത്യക്ഷമായും ആഹ്വാനം ചെയ്യുന്നു. പള്ളികളിൽ ഇടയലേഖനങ്ങൾ വായിക്കപ്പെടുന്നു. ഒരു വർഷം നീളുന്ന പ്രാർത്ഥനാ യജ്ഞങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു വോട്ട് ബാങ്ക് എതിരായാൽ ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും തകർന്നടിയേണ്ടതാണ്, ഭരണകൂടങ്ങൾ മുട്ടുകുത്തേണ്ടതാണ്. എന്നാൽ അവിടെ സംഭവിച്ചത് മറിച്ചാണ്. ആ രാഷ്ട്രീയ പാർട്ടി തകർന്നില്ല എന്ന് മാത്രമല്ല, എതിർത്ത മതമേലധ്യക്ഷന്മാരുടെ ആഹ്വാനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതേ സമുദായത്തിലെ സാധാരണക്കാരായ വിശ്വാസികൾ ആ പാർട്ടിക്ക് കൂട്ടത്തോടെ വോട്ട് ചെയ്തത് അവരെ വീണ്ടും അധികാരത്തിലെത്തുന്ന കാഴ്ചയാണ് പിന്നീട് ഇന്ത്യ കണ്ടത്. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ചും ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചും അതിനെ തിരുത്തി എഴുതിയ സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികളെ കുറിച്ചുമാണ്. എന്തുകൊണ്ടാണ് സഭാ നേതൃത്വത്തിന്റെ വാക്കുകൾ കേൾക്കാൻ സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ തയ്യാറാകാതിരുന്നത്? എന്തുകൊണ്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും സംഭവിച്ച രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ന് കേരളത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങുന്നത്? മുനമ്പം വിഷയവും ലവ് ജിഹാദ് ചർച്ചകളും കേരളത്തിലെ ക്രൈസ്തവരുടെ രാഷ്ട്രീയ ചിന്തകളെ മാറ്റിമറിക്കുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എന്റെ ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇന്ത്യയുടെ മാറുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വ്യക്തമായ ചിത്രമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം ഒരു വർഷം മുമ്പ്, അതായത് 2018 മെയ് മാസം, ഡൽഹിയിലെ കത്തോലിക്ക ആർച്ച് ബിഷപ്പായ അനിൽ ക്വാട്ടോ ഡൽഹി അതിരൂപതയ്ക്ക് കീഴിലുള്ള എല്ലാ വൈദികർക്കും ഇടവകകൾക്കും ഒരു കത്തയക്കുന്നു. ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും വലിയ ഭീഷണി നേരിടുകയാണെന്നും ഈ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം മാറാൻ, അതായത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി ആ വർഷം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ ക്യാമ്പയിൻ ആരംഭിക്കണമെന്നുമായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. വെള്ളിയാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിക്കാനും അതിൽ ആഹ്വാനം ചെയ്തിരുന്നു. ഈ കത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. BJPയുടെ ഭരണം വെറും ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഏകീകരിച്ച് നിർത്തിയാൽ BJPയെ താഴെ ഇറക്കാൻ കഴിയുമെന്നുമുള്ളൊരു അമിത വിശ്വാസം അന്ന് ഇന്ത്യയിലെ സഭാ നേതൃത്വങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ 2019 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദിയും BJPയും വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് ലോകം മുഴുവനും കണ്ടത്. ഡൽഹിയിലാകട്ടെ 7 ലോക്സഭാ സീറ്റുകളും BJP തൂത്തുവാരിയെടുത്തു. സഭയുടെ പ്രാർത്ഥനകളോ ആഹ്വാനങ്ങളോ ജനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളോ ഒട്ടും സ്വാധീനിച്ചില്ല എന്ന് മാത്രമല്ല, BJPയുടെ വളർച്ചയ്ക്ക് അതൊരു ഇന്ധനമായി മാറുകയും ചെയ്തു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ആയിരുന്നില്ല. 2017 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തും സമാനമായ ഒരു സംഭവം ഉണ്ടായി. ഗുജറാത്തിലെ ഗാന്ധിനഗർ ആർച്ച് ബിഷപ്പ് തോമസ് മക്വാൻ സമാനമായ ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ദേശീയവാദ ശക്തികളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കണമെന്നായിരുന്നു അവരുടെ ആഹ്വാനം. അതിന്റെ ഫലം എന്തായിരുന്നു? ഗുജറാത്തിൽ BJP വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല, ക്രൈസ്തവ സ്വാധീനമുള്ള മേഖലകളിൽ പോലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. സഭയുടെ എതിർപ്പുകൾ ഗുജറാത്തിലെ സാധാരണ ജനങ്ങൾ, അത് ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും, അവർ മുഖവിലക്കെടുത്തില്ല എന്നതാണ് സത്യം. എന്നാൽ ഇതിലും വലിയൊരു രാഷ്ട്രീയ വിപ്ലവമാണ് ഗോവയിൽ നടന്നത്. 26% ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഗോവ. അവിടെ മനോഹർ പരീക്കർ എന്ന BJP മുഖ്യമന്ത്രിയെ സഭ പലപ്പോഴും വിരട്ടാൻ ശ്രമിച്ചിരുന്നു. 2014 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചു എന്ന പേരിൽ പരീക്കർക്കെതിരെ സഭ രംഗത്ത് വന്നു. എന്നാൽ പരീക്കർ ഇതൊന്നും വകവെച്ചില്ല. അദ്ദേഹം തന്നെ ഭരണവുമായി നേരിട്ട് മുന്നോട്ട് പോയി. രസകരമായ കാര്യം എന്തെന്നാൽ, പരീക്കറുടെ ഭരണകാലത്ത് ഗോവയിലെ സഭകൾക്ക് നിരവധി സ്കൂളുകളും സ്ഥാപനങ്ങളും അനുവദിച്ചു കിട്ടിയിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ദേശീയ തലത്തിലുള്ള BJP വിരോധത്തിന്റെ പേരിൽ സഭ BJPക്കെതിരെ തിരിഞ്ഞു. എന്നാൽ ഗോവയിലെ സാധാരണക്കാരായ ക്രൈസ്തവർ സഭയ്ക്കൊപ്പം നിന്നില്ല. അവർ സഭാ നേതൃത്വത്തിന്റെ ആഹ്വാനങ്ങളെ തള്ളിക്കളഞ്ഞ് ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും അവർ കൂട്ടത്തോടെ BJPക്ക് വോട്ട് ചെയ്തു. കഴിഞ്ഞ 14 വർഷമായി ഗോവ ഭരിക്കുന്നത് BJPയാണ്. സഭയുടെ എതിർപ്പ് വകവയ്ക്കാതെ ഗോവയിലെ ക്രിസ്ത്യാനികൾ BJPയെ നെഞ്ചിലേറ്റിയതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഗോവ. ഇനി നമുക്ക് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരാം. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു നോർത്ത് ഈസ്റ്റ്.
നാഗാലാൻഡ്, മിസോറാം, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങൾ വലിയ തോതിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ്. സഭയ്ക്ക് അവിടെ ഭരണകൂടങ്ങളെ പോലും തീരുമാനിക്കാൻ കഴിയുന്ന വലിയ സ്വാധീനമുണ്ട്. അവിടെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും RSSും വനവാസി കല്യാൺ ആശ്രമവും ഒക്കെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പണിതെടുത്തത്. സഭാ നേതൃത്വത്തിന്റെ എതിർപ്പുകളെ മറികടക്കാൻ അവർ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നു. വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഫലമോ, സഭകളുടെയും മതമേലധ്യക്ഷന്മാരുടെയും താല്പര്യങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. പ്രാദേശിക പാർട്ടികൾ BJPയോടൊപ്പം സഖ്യത്തിൽ ചേർന്നു. നാഗാലാൻഡിലും മേഘാലയയിലും BJP ഭരണമുന്നണിയുടെ ഭാഗമായി. മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, അസം, ത്രിപുര എന്നിവിടങ്ങളിൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നു. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി BJP മാറി. ഇവിടെയൊന്നും BJP സഭകളെ പ്രീണിപ്പിച്ചില്ല. അങ്ങനെയല്ല അവർ ഭരണം നേടിയെടുത്തത്. അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കൊണ്ടാണ്. 2018 മറ്റൊരു ശ്രദ്ധേയമായ സംഭവം ഉണ്ടായി. ഗ്ലോബൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്ന സംഘടന ഒരു വലിയ പ്രസ്ഥാനവുമായി രംഗത്ത് വന്നു. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണറായി നിയമിച്ചതിനെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധം. 87% ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനത്ത് തീവ്ര ഹിന്ദുത്വവാദിയായ ഒരാളെ ഗവർണറായി നിയമിക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ കേന്ദ്ര സർക്കാർ അനങ്ങിയില്ല. BJP അവരുടെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയില്ല. കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായി ചുമതലയേറ്റു. അവിടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. BJP ഒരിക്കലും ആരുടെയും കൽപ്പനകൾക്ക് വഴങ്ങുന്ന പാർട്ടിയല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവവും. ഇന്ത്യ ഒട്ടാകെ ഇത്രയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടും BJPക്കെതിരെ സഭകൾ പലപ്പോഴും പ്രകോപനമില്ലാതെ തിരിഞ്ഞിട്ടും നരേന്ദ്രമോദിയും അമിത്ഷായും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ വീണ്ടും ചർച്ചകൾക്ക് വിളിക്കുന്നതും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതും അത് കേൾക്കുന്നതും BJPയുടെ ദൗർബല്യമായി ആരും കാണരുത് എന്നാണ് അവർ അക്കമിട്ട് പറയുന്നത്. അതവർ സഭകൾക്ക് നൽകുന്ന അവസാനത്തെ അവസരങ്ങളാണ്. കാരണം BJPക്ക് നന്നായിട്ട് അറിയാം, സഭാ നേതൃത്വം എതിർത്താലും സാധാരണക്കാരായ ക്രൈസ്തവർ ഇന്ന് BJPക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന്. ഇനി നമുക്ക് നേരെ കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ന് വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ്. അറിയാമല്ലോ, പതിറ്റാണ്ടുകളായി കോൺഗ്രസും UDFനും ഒപ്പം നിന്നിരുന്ന കേരളത്തിലെ ക്രൈസ്തവർ ഇന്ന് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അതിന് ഏറ്റവും വലിയ കാരണമായി മാറിയത് അടുത്തിടെയുണ്ടായ ചില സംഭവ വികാസങ്ങളാണ്. എറണാകുളം ജില്ലയിലെ മുനമ്പം വിഷയം തന്നെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. വില കൊടുത്ത് വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമി വഖഫ് ബോർഡിന്റേതാണ് എന്ന് അവകാശപ്പെട്ട് 100-ലധികം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവ കുടുംബങ്ങളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തലമുറകളായി ജീവിച്ച മണ്ണിൽ നിന്നും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് ആ ജനത. അവിടെ കേരളം മാറി മാറി നിൽക്കുന്ന LDFും UDFും ആരുടെ കൂടിയാണ് നിന്നത്? ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നവർ മുനമ്പത്തെ സാധാരണക്കാരായ ക്രിസ്ത്യാനികളുടെ കണ്ണുനീർ കണ്ടില്ല എന്ന് നടിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമായിരുന്നു അവർക്ക് വലുത്. എന്നാൽ അവിടെ യാതൊരുവിധ രാഷ്ട്രീയ ലാഭവും നോക്കാതെ മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി പൂർണ്ണമായി പിന്തുണയുമായി എത്തിയത് BJP മാത്രമാണ്. BJP നേതാക്കൾ അവിടെ നേരിട്ടെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വഖഫ് നിയമത്തിലെ ഭേദഗതികൾ പാർലമെന്റിൽ കൊണ്ടുവന്ന് ഈ അനീതിക്കെതിരെ പോരാടാൻ കേന്ദ്ര സർക്കാർ തന്നെ തയ്യാറായി. ഇത് കേരളത്തിലെ സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ. കേരളത്തിലെ ക്രൈസ്തവ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങളെ കുറിച്ച് സഭകൾ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചപ്പോ അതിനെ പുച്ഛിച്ചു തള്ളാനാണ് കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികളും പലരും ശ്രമിച്ചത്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ ആശങ്കകൾ പരിഹരിക്കാനും അവർക്കൊപ്പം നിൽക്കാനും BJP തയ്യാറായി. ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന കർശന നിലപാടുകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വസ്തുതകളെല്ലാം സാധാരണക്കാരായ വിശ്വാസികൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ സഭാ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ആഹ്വാനങ്ങൾക്കപ്പുറം കേരളത്തിലെ ക്രൈസ്തവർ കൂട്ടത്തോടെ BJPക്ക് വോട്ട് ചെയ്ത് തുടങ്ങുന്ന കാഴ്ച നമ്മൾ ഈ മെയ് 4 കണ്ടറിയും. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിവുള്ള പീഡന രാഷ്ട്രീയമില്ലാത്ത ഒരു ഭരണകൂടത്തെയാണ് അവർക്ക് ആവശ്യം. കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും നോർത്ത് ഈസ്റ്റിലെ വിഘടനവാദികളെ അമർച്ച ചെയ്തതുമൊക്കെ നമ്മൾ കണ്ടതാണ്. രാജ്യരക്ഷയ്ക്ക് എന്ത് നിയമം വേണം, അതെങ്ങനെ നടപ്പിലാക്കണം, അതിനെക്കുറിച്ച് ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. അതിന് സഭയുടെയോ മറ്റേതെങ്കിലും സംഘടനകളുടെയോ ക്ലാസോ അനുമതിയോ ഒന്നും തന്നെ BJPക്ക് ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലെ പല നീക്കങ്ങളും പല കാര്യങ്ങളും നമ്മൾ കണ്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമാണ്. എന്തായാലും ഇതിന്റെ എല്ലാം കേരളത്തിലെ റിസൾട്ട് മെയ് 4 കണ്ടറിയുമെന്നാണ് നമുക്ക് കാണാൻ സാധിച്ച, നമ്മൾ പരിശോധിച്ച, അന്വേഷിച്ചറിഞ്ഞ പല റിപ്പോർട്ടുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തായാലും കണ്ടറിയാം അല്ലെ? എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.